السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ തെളിവുകളിലൂടെ നന്നായി പഠിക്കുകയും തഖ്വയും തൗഹീദുമുള്ളവരായി ജീവിതം നിലനിർത്തുകയും ചെയ്യണം എന്ന് ആമുഖമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അല്ലാഹു ശിർക്ക് ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ശിർക്കിന് കീഴെയുള്ള അതിന് താഴെ വരുന്ന മറ്റു പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. വമൻ യുശ്രിക് ബില്ലാ, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ഫഖദ് ഇഫ്തറ ഇസ്മൻ അളീമ, അവൻ വമ്പിച്ച കുറ്റം ചെയ്തു. തൗഹീദിന്റെ ആളുകൾ അല്ലെങ്കിൽ സലഫികൾ എന്തുകൊണ്ടാണ് ജനങ്ങൾ ശിർക്കിലേക്ക് പതിക്കുന്നതിനെക്കുറിച്ച് ഇടതടവില്ലാതെ ദഅവത്ത് ചെയ്യുന്നത്? ഈ ഒരു വിഷയമല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും അവർക്ക് ചെയ്യാനില്ലേ? ചർച്ച ചെയ്യാനില്ലേ? അല്ലെങ്കിൽ ദഅവത്ത് ചെയ്യാനില്ലേ? ഈ ലോകത്ത് മുസ്ലിം ഉമ്മത്ത് ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നിരന്തരമായി കേൾക്കേണ്ടി വരുന്നവരാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ യഥാർത്ഥ ആദർശം പ്രചരിപ്പിക്കുന്നവർ. ഇതിന്റെ കാരണമാണ് ഞാനിപ്പോൾ ഓതിയ ആയത്തിലുള്ളത്. ഖുർആനിൽ രണ്ടിടത്ത് പറഞ്ഞു. അതിൽ സൂറത്തു നിസായിലെ 48-ാമത്തെ ആയത്താണ് ഞാൻ കേൾപ്പിച്ചത്. അള്ളാഹു ശിർക്ക് ഒരിക്കലും മാപ്പാക്കുകയില്ല. ശിർക്കോടുകൂടി ഒരാൾ മരിച്ചാൽ അയാൾ നരകത്തിലാണ്. നരകത്തിലെന്നാണെന്ന് മാത്രമല്ല, ഒരിക്കലും അയാൾ നരകത്തിൽ നിന്ന് പുറത്തു വരികയില്ല. നമ്മുടെ നന്മകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമുക്ക് തൗഹീദ് വേണം. ഒരാൾ പാവങ്ങളെ സഹായിക്കുന്നു, മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളിൽ വേദനകളിൽ അയാൾക്ക് ഒത്താശ ചെയ്യുന്നു, വേദനിക്കുന്നവരുടെ വേദന ഏറ്റെടുക്കുന്നു, കണ്ണീരുള്ളവന്റെ കണ്ണീരൊപ്പുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്താലും അള്ളാഹു അതിനെ തരിമ്പും പരിഗണിക്കുകയില്ല തൗഹീദില്ലെങ്കിൽ. തൗഹീദുള്ള ഒരാൾ നന്മ ചെയ്താൽ, എത്ര ചെറുതൊരു നഖത്തിന്റെ ചീളോളം നന്മ ചെയ്താൽ അതുവരെ അള്ളാഹു സ്വീകരിക്കും. ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ, ഒരു അണുത്തൂക്ക നന്മ ചെയ്താൽ അതിന് കൂലി കിട്ടും. ചെറുതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു നന്മ അള്ളാഹു വിട്ടുകളയില്ല. പക്ഷെ എന്താണ് എന്റെ നിബന്ധന? തൗഹീദ് വേണം. അള്ളാഹുവെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി തൗഹീദുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റു തിന്മകൾ അയാൾ വന്നാലോ, തൗഹീദുള്ളവൻ യഥാർത്ഥത്തിൽ മറ്റു തിന്മകളിലേക്ക് പോവുകയില്ല. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതല്ല. അള്ളാഹിന്റെ ദീന് മാത്രമേ ദീനായിട്ട് സ്വീകരിക്കാൻ പാടുള്ളൂ. തിന്മകളൊക്കെ അള്ളാഹുവിന്റെ ദീനിന് പുറത്തായിരിക്കും. അപ്പം മനഃപൂർവ്വം ഒരാൾ അറിഞ്ഞുകൊണ്ട് യഥാർത്ഥ മുവഹിദ് ഒരിക്കലും എന്ത് ചെയ്യില്ല? തൗഹീദ് അല്ലാത്ത മറ്റു തെറ്റുകളിലേക്ക് പോവുകയില്ല. ഇനി മനഃപൂർവ്വം അവൻ പോയാലോ അവന്റെ തൗഹീദിന് കോട്ടം പറ്റും, അവന്റെ ഈമാൻ കുറയും, അവൻ ശിക്ഷിക്കപ്പെടും. എന്നാൽ തൗഹീദിന് താഴെയുള്ള തെറ്റുകുറ്റങ്ങൾക്ക് അള്ളാഹു ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ട്. തൗഹീദിനെ ഏറ്റവും ഉയരത്തിലെത്തിക്കുന്നതിനു വേണ്ടി അതിന്റെ താഴെയുള്ള തെറ്റുകൾ അള്ളാഹു തൗബ ചെയ്താൽ മാപ്പ് തരും. ചിലപ്പോൾ തൗബ ചെയ്യാതെ തന്നെയും അള്ളാഹു മാപ്പ് തരും. ചിലപ്പോൾ അള്ളാഹു അതിന് അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നതിന് ശേഷം, നരകത്തിൽ കുറച്ചു കാലം ശിക്ഷിച്ചതിന് ശേഷം പിന്നെ അവനെ പുറത്തേക്ക് കൊണ്ടുവരും. കള്ളുകുടിയനാണെങ്കിലും കള്ളനാണെങ്കിലും വ്യഭിചാരിയാണെങ്കിലും പലിശക്കാരനാണെങ്കിലും അവന് നരകത്തിൽ കൊടുക്കേണ്ട ശിക്ഷ കൊടുത്തതിനു ശേഷം തൗഹീദുള്ള വ്യക്തിയാണെങ്കിൽ, അള്ളാഹുവെ മാത്രം ആരാധിച്ചിരുന്ന വ്യക്തിയാണെങ്കിൽ
അയാളെ പുറത്തു കൊണ്ടുവരും. ഇതാണ് വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ശിർക്കിന് താഴെയുള്ള കുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പൊ ശിർക്കിന് താഴെയുള്ള കുറ്റങ്ങൾ വലുതാണെങ്കിലും അത് അള്ളാഹുവിന്റെ മശീഅത്തിന് കീഴിലാണ്. എന്താണ് മശീഅത്തിന് കീഴിലാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹ് ഉദ്ദേശിച്ചാൽ പുറത്തു വരും, ഉദ്ദേശിച്ചാൽ പുറത്തു വരില്ല. അയാൾക്ക് മാപ്പ് കൊടുക്കണ്ടെന്നാ തീരുമാനിച്ചെങ്കിൽ മാപ്പ് കിട്ടൂല. മാപ്പ് തരാനുള്ള സാധ്യത അതിൽ കിടക്കുന്നുണ്ട്. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാരണവശാലും വൻകുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ശിർക്കിനെ പോലെ തന്നെയാണ് കള്ളു കുടിക്കുന്നതും കള്ളനായിരിക്കുന്നതും എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ്. നേരത്തെ ഖദരിയാക്കളെ സംബന്ധിച്ചും ഖവാരിജുകളെ കുറിച്ച് നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഖവാരിജുകളുടെയും ഖദരിയാക്കളുടെയും വിശ്വാസം പേറുന്ന മറ്റൊരു പിഴച്ച വിഭാഗമാണ്. അവരെക്കാൾ അപകടകാരികളായ, ഈ ഉമ്മത്തിലുള്ള മനുഷ്യരുടെ ദീൻ കാർന്നു കളയുന്ന വളരെ പിഴച്ച മറ്റൊരു കക്ഷിയാണ് മുഅ്തസിലത്ത്. എല്ലാ വ്യതിയാന കക്ഷികളെക്കുറിച്ചും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ജീവിക്കുന്ന സമൂഹത്തെയും സ്വാധീനിക്കുന്ന അപകടകരമായ ചില വിശ്വാസങ്ങൾ, മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ചില വിശ്വാസങ്ങൾ എവിടുന്നാണ് കടന്നു വന്നത് എന്നറിയാൻ മുൻകാലത്തുണ്ടായിരുന്ന ഏറ്റവും അപകടകാരികളായ ചില പിഴച്ച കക്ഷികളെക്കുറിച്ച് മാത്രം അതിന്റെ ചർച്ച ഞാൻ അവസാനത്തിലേക്ക് കൊണ്ടുവരാം. എല്ലാ 72 കക്ഷികളെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. ആ കക്ഷികളെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ അവാന്തര വിഭാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. മുഅ്തസിലത്തിന്റെ വിശ്വാസങ്ങൾ അങ്ങനെ തന്നെ പേറുന്നവർ ഇന്ന് ലോകത്തുണ്ടോ എന്നുള്ളത് കൃത്യമായി പറയാൻ സാധ്യമല്ല. എന്നാൽ മുഅ്തസിലത്തിന്റെ ഏതാണ്ട് എല്ലാ ശാഖകളും തങ്ങളുടെ വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന ചിലർ മൊറോക്കോ പോലുള്ള രാജ്യങ്ങളിൽ ഉള്ളതായി രേഖപ്പെടുത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, എന്താണ് അവരുടെ ഏറ്റവും ഗുരുതരമായ വിശ്വാസം? ഒന്ന് ഞാൻ ഈ പറഞ്ഞതാണ്. വൻകുറ്റങ്ങൾ ചെയ്താലും അള്ളാഹു ഒരിക്കലും മാപ്പ് കൊടുക്കൂല. തൗബയില്ല. അവൻ എന്തു വന്നാലും കള്ളുകുടിയനും മോഷ്ടാവും വ്യഭിചാരിയുമൊക്കെ ആണെങ്കിൽ നിർബന്ധമായും അവൻ നരകത്തിൽ പ്രവേശിക്കും. ശിർക്ക് ചെയ്തവനെ പോലെ തന്നെയാണ്, അല്ല അവൻ മുശ്രിക്ക് തന്നെയാണ് എന്നുള്ള ഒരു വാദം ഇത് മുഅ്തസിലിയാക്കൾക്കുണ്ട്. ഇനി ഖവാരിജുകൾക്കോ ഖദരിയാക്കൾക്കോ ഇല്ലാത്ത മറ്റു കുറെ പിഴച്ച വിശ്വാസങ്ങളുമുണ്ട്. അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുന്നവരാണ്. അള്ളാഹു നല്ലതു മാത്രമേ തീരുമാനിക്കൂ, തെറ്റായ കാര്യങ്ങളൊന്നും അള്ളാഹു തീരുമാനിക്കുന്നില്ല. തെറ്റായ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തിന് കീഴിൽ നമ്മൾ സ്വയമായി പ്രവർത്തിക്കുന്നതാണ്. ഇത് മറ്റു ചില വ്യതിയാന കക്ഷികളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന ഏറ്റവും ശക്തനായ, അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം സ്രഷ്ടാവായ സംരക്ഷകനായ അള്ളാഹു എന്നതിനപ്പുറത്ത് മറ്റു വിശേഷണങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് പിന്നീട് വന്നു ചേർന്നതാണ് എന്ന് പിഴച്ച ഒരു വിശ്വാസം. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്ന എന്താ? അള്ളാഹ് കാണും. എങ്ങനെ കാണും? ഈ എല്ലാം കാണും. എല്ലാം എന്ന് പറഞ്ഞാൽ ഭാവി, ഭൂതം, വർത്തമാനം എന്ന വ്യത്യാസമൊന്നുമില്ല. ഇന്നലത്തതും നാളത്തതും ഒരുപോലെ കാണും. ഇരുട്ടിലും വെളിച്ചത്തിലുമുള്ളത് ഒരുപോലെ കാണും. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളുടെ വ്യത്യാസമില്ല. അള്ളാഹുവിന്റെ കാഴ്ചയിൽ പെടാത്ത യാതൊന്നുമില്ല. എല്ലാം അള്ളാഹു കാണും. എന്നാൽ അള്ളാഹുവിന്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നുണ്ടാകുന്ന ഒരു സംഗതി ഇന്നാണ് അള്ളാഹു കാണുക, ഇന്നലെ അള്ളാഹു അത് കണ്ടിട്ടില്ല, നാളെ അള്ളാഹു അത് കാണുന്നില്ല എന്നുള്ള പിഴച്ച വിശ്വാസമാണ് മുഅ്തസിലികൾക്കുള്ളത്. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഇന്നാണല്ല. ഇന്ന് 2 രാജ്യങ്ങൾ നമ്മൾ യുദ്ധം നടക്കുകയാണെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ അത് നടക്കുന്നതിനോടനുബന്ധിച്ചാണ് അള്ളാഹു അറിയുന്നത്. ഇന്നലെ തന്നെ അള്ളാഹുവിന് എല്ലാ അറിവുമില്ല. അള്ളാഹുവിന്റെ ദാത്ത്, അള്ളാഹുവിന്റെ അസ്തിത്വം അതുമാത്രമാണ് തുടക്കം മുതലേ ഉള്ളത്. അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെ സാന്ദർഭികമായി കടന്നു വരുന്നതാണ്. അതുകൊണ്ട് സൃഷ്ടികളെക്കുറിച്ച് പറയുന്ന തരത്തിൽ സിഫത്തുകൾ അള്ളാഹുവെക്കുറിച്ച് പറയാൻ പാടില്ല. അള്ളാഹു കാണുന്നവനാണ്, അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു കാരുണ്യം ചൊരിയുന്നവനാണ് എന്നിങ്ങനെ അള്ളാഹുവെക്കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ല എന്ന പിഴച്ച വിശ്വാസം. ഇതിന് അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുന്ന വിശ്വാസം. വേറൊരു കൂട്ടം വ്യതിയാന കക്ഷികളുണ്ട്, സിഫാത്തിയത്ത് എന്ന് പറയാം, സിഫത്ത് നിഷേധികൾ, അല്ലെങ്കിൽ മുഅത്തിലത്ത് എന്ന് പറയും, സിഫത്തിനെ തള്ളിക്കളയുന്നവർ. നമ്മുടെ നാട്ടിലൊക്കെ മദ്രസയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കണ്ണില്ലാതെ കാണുക, കാതില്ലാതെ കേൾക്കുക. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ല. ബസീറുൻ ലാ ബസറ ലഹു, സമീഉൻ ലാ സമഅ ലഹു. ചിലർ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടില്ല ഇങ്ങനൊക്കെ. ഞാൻ പണ്ട് പാട്ട് കേട്ടിട്ടുണ്ട്, കണ്ണില്ലാതെ ഇന്നെല്ലാം കാണുന്നവനാണവൻ, കാതില്ലാതെ ഇന്നെല്ലാം കേൾക്കുന്നവനാണവൻ, റബ്ബ് റഊഫ് റഹ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഈ മൗലിദിനൊക്കെ പാട്ട് ഇങ്ങനെ കേൾക്കാം. അള്ളാഹുവിനെ കുറിച്ച് കണ്ണില്ലാതെ കാണുന്നവെന്ന് പറയാൻ പാടില്ല, കാതില്ലാതെ കേൾക്കുന്നവെന്ന് പറയാൻ പാടില്ല, കൈയില്ലാതെ പിടിക്കുന്നവെന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ ദാത്തിന് യോജിച്ച വിധത്തിൽ, അള്ളാഹുവിന്റെ അസ്തിത്വത്തോട് ഇണങ്ങുന്ന വിധത്തിൽ അള്ളാഹുവിന് കാഴ്ചയുണ്ട്, അള്ളാഹുവിന് കേൾവിയുണ്ട്. അത് സൃഷ്ടികൾ കാണുന്ന രീതിയിലാണോ പ്രകൃതത്തിലാണോ എന്ന് പറയേണ്ടതില്ല. അള്ളാഹുവിന് കണ്ണുണ്ടോ എന്ന് ചോദിച്ചാൽ
തജ്രീ ബിഅയുനിനാ, നമ്മുടെ കൺമുന്നിലൂടെയാണ് നൂഹ് നബിയുടെ കപ്പൽ ഒഴുകിപ്പോയത് എന്ന് ഖുർആനിലുണ്ട്. അപ്പൊ അള്ളാഹുവിന് കണ്ണുണ്ടെന്ന് സ്ഥിരപ്പെട്ടാണ്. അത് നമ്മളെപ്പോലെ ഒരു വെളുത്ത ഗോളമാണോ, അതിൽ കറുത്ത ഒരു വൃത്തമാണോ, ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രകാശങ്ങൾ വിപരീതമായി പതിച്ച് റെറ്റിനയിൽ പതിച്ച് അങ്ങനെയാണോ അള്ളാഹു കാണുന്നത്? സൃഷ്ടികൾ കാണുന്നതിന്റെ കാര്യകാരണങ്ങളൊന്നും അള്ളാഹുവിന്റെ കാഴ്ചയിലേക്ക് നമ്മൾ ചേർത്ത് വെക്കേണ്ട. കാരണം അള്ളാഹുവിന് പകൽ കാഴ്ച, രാത്രി കാഴ്ച, ഇന്നലത്തെ കാഴ്ച, നാളത്തെ കാഴ്ച, ആദ്യകാലത്തെ കാഴ്ച, അവസാന കാലത്തെ കാഴ്ച, ഇങ്ങനെ കാലങ്ങളൊന്നും അള്ളാഹുവിന് ബാധകമല്ല. നമ്മൾ വയസ്സന്മാരാകുമ്പോൾ കാഴ്ച കുറയും, ചിലപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കാഴ്ച ഉണ്ടാവില്ല, ചിലർക്ക് ചില അസുഖം വരുമ്പോൾ കാഴ്ച കുറയും. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം കാഴ്ച കുറയുക കൂടുക, അള്ളാഹു എല്ലാം എല്ലായ്പ്പോഴും കാണും. ഇത് അള്ളാഹുവിനെ പറ്റി അഹ്ലുസുന്നത്ത് വിശ്വസിക്കുന്നു. എന്നാൽ മുഅ്തസിലികൾ അത് വിശ്വസിക്കുന്നില്ല. വൻകുറ്റം ചെയ്യുന്നവർ നരകത്തിൽ അനശ്വരരാണ്. കള്ളുകുടിയനാണെങ്കിലും കള്ളനാണെങ്കിലും അവരെക്കാലത്തും നരകത്തിലാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഖവാരിജുകളെ പോലെയുള്ള വിശ്വാസം പുലർത്തുന്നവരാണ് ഈ മുഅ്തസിലികൾ എന്ന് കാണാൻ സാധിക്കും. അവർ മൊത്തത്തിൽ 20ഓളം ഗ്രൂപ്പുകളുണ്ട് പരസ്പരം കാഫറാക്കുന്ന. അതേപോലെ തന്നെ ഖവാരിജുകളുടെയും ഖദരിയാക്കളുടെയും വിശ്വാസങ്ങൾ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. ഹസനുൽ ബസരി റഹിമഹുല്ല, അദ്ദേഹം താബിഈങ്ങളിൽ പ്രമുഖനാണ്. ഹസനുൽ ബസരിയുടെ സദസ്സിലുണ്ടായിരുന്ന വാസിൽ ബിൻ അത്താൾ എന്ന് പറയുന്ന ഹസനുൽ ബസരി ശിഷ്യൻ, താബിഈങ്ങളിൽപ്പെട്ട ഹസനുൽ ബസരിയുടെ ശിഷ്യൻ, അദ്ദേഹം ഈമാനിനെ കുറിച്ച് ഹസനുൽ ബസരി പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും, തെറ്റുകൾ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഈമാൻ കുറയും. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ കുറ്റങ്ങൾ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിന് ശിക്ഷയുണ്ടാകും, അതിന് സാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ മശീഅത്തിന് കീഴിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പിന്നീടുള്ള നന്മകൾ കാരണമായോ മറ്റോ അള്ളാഹുവിന്റെ ഏതെങ്കിലും അള്ളാഹു നിശ്ചയിച്ച ഒരു കാരണമായി അള്ളാഹുവിന്റെ പാപങ്ങൾ അവന് പുറത്തു കൊടുത്തേക്കും. എന്നാൽ മറ്റെല്ലാ വ്യതിയാന ഗ്രൂപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി മുഅ്തസിലികൾ വിശ്വസിക്കുന്നത് കുറ്റങ്ങൾ ചെയ്ത ആൾ ഇസ്ലാമെന്ന് പുറത്താണ്. അവർ ഇസ്ലാമെന്ന് പുറത്തായി. കള്ളുകൂടിയനാണെങ്കിലും കള്ളനാണെങ്കിലും അവനെ പിന്നെ മുസ്ലിം എന്ന് വിളിക്കാൻ പാടില്ല. എന്നാൽ മുമ്പ് മറ്റൊരു വിഷയം ചർച്ച ചെയ്യുന്നിടത്ത്, ഖവാരിജുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് അതിനുള്ള മറുപടി നമ്മൾ പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. തെറ്റ് ചെയ്ത ആളുകളെയും മുസ്ലിം എന്ന് വിശേഷിപ്പിച്ചതിന്റെ ഒരുപാട് ഉദാഹരണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫാസ്ലിഹു ബൈന അഖവൈൻ, നിങ്ങൾ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞ സഹോദരങ്ങളാണ്. അവർക്കിടയിൽ തെറ്റുപറ്റിയാൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അവരുടെ മസ്ലഹത്ത് നടത്തണം. രണ്ടാൾക്കിടയിൽ പ്രശ്നമുണ്ടായി, അപ്പോൾ നിങ്ങൾ ഹക്കിന്റെ കൂടെ നിൽക്കണം. പക്ഷെ രണ്ടു കൂട്ടരെയും മുസ്ലിം അല്ലെങ്കിൽ മുഅ്മിൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. തെറ്റ് ചെയ്തവനെയും മുഅ്മിൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ശിർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വലിയ കുഫർ ചെയ്യുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന 10 കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അതിവിടെ പുറത്ത് നമ്മൾ വ്യാപകമായി വ്യക്തമായി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പഠിക്കണം. അതായത് നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങൾ സംഭവിക്കുന്നവർ മാത്രമേ നരകത്തിൽ അനശ്വരാക്കപ്പെടുകയുള്ളൂ. അത് ശിർക്കും സിഹറും ഒക്കെ ആ ഗണത്തിൽപ്പെടുന്ന വിഷയങ്ങളാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മാത്രം. അതല്ലാതെയുള്ള കുറ്റങ്ങളും തിന്മകളും അതിന് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകുമെന്ന് ഭയപ്പെടുക എന്നതിനപ്പുറത്ത് നരകത്തിൽ അനശ്വരരാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിൽ ഈ ഹസനുൽ ബസരി റഹിമഹുല്ലയുടെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, വാസിൽ ബിൻ അത്താ. അയാളാണ് ആദ്യത്തെ മുഅ്തസിലി. വാസിൽ ബിൻ അത്താ അയാൾ പറഞ്ഞു, തെറ്റ് ചെയ്യുന്നവർക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറഞ്ഞാൽ അയാൾ കാഫറാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അയാൾ കുഫറിൽ പ്രവേശിച്ചിട്ടില്ല. അയാൾ കാഫറാണെന്നും പറയരുത്, മുസ്ലിമാണെന്നും പറയരുത്. നേരെ മറിച്ച് അയാൾ ഒരു മൻസിലത്തിൽ, ഒരു പദവിയിലാണ്, ബൈനൽ മൻസിലത്തൈൻ. അയാൾ മുഅ്മിനുമല്ല കാഫറുമല്ല. എന്നാൽ തൗഹീദുള്ള ഒരു മുഅ്മിൻ തെറ്റ് ചെയ്താൽ അവൻ മുഅ്മിനാണ്. തെറ്റ് ചെയ്യുന്നിടത്തോളം ഈമാനിന്റെ അളവ് കുറയുമെന്നല്ലാതെ അവനെ കാഫർ എന്ന് വിളിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് വിധി. എന്നാൽ ഇയാൾ പറയുന്നു അവനെ മുസ്ലിം എന്ന് വിളിക്കാൻ പാടില്ല, അവനെ കാഫർ എന്നും വിളിക്കാൻ പാടില്ല. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്വഹാബത്തിന്റെ അടിസ്ഥാന വിശ്വാസത്തിന് എതിരായി തന്റെ ശിഷ്യന്മാരിൽ ഒരിക്കലും ഒരു വാദം പറഞ്ഞപ്പോൾ അതിനെ ഹസനുൽ ബസരി പ്രമാണങ്ങൾ ഉദ്ധരിച്ച് ഖണ്ഡിച്ചു. ആ പ്രമാണങ്ങൾ നേരത്തെ നമ്മളിവിടെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ആ വാദക്കാർക്കുള്ള മറുപടി. അപ്പൊ അതുകൊണ്ടെന്താണ്, ആ ഖണ്ഡനം നടത്തിയപ്പോഴും അയാൾ തന്റെ വാദത്തിൽ ഉറച്ചു നിന്നു. ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയറു അലാമിൻ നുബല എന്ന കൃതിയിൽ പറയുന്നുണ്ട്. ഇവിടെ കൃത്യമായി ഈ ഹസനുൽ ബസരിയുടെ ശിഷ്യനായിരുന്ന വ്യക്തി അയാളെ സംബന്ധിച്ചിടത്തോളം ഹസനുൽ ബസരി അദ്ദേഹത്തോട് ഈ
കുറ്റം ചെയ്ത ആളുകളുടെ അവസ്ഥകൾ ക്ലാസ്സിൽ വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, അവർ കാഫറുമല്ല, അവർ മുഅ്മിനുമല്ല എന്ന രണ്ട് പദവികൾക്കിടയിലുള്ള മറ്റൊരു പദവിയിലാണ് എന്ന വിശ്വാസമാണ് എന്ന് വിശ്വസിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇഅ്തസല അന്നാ, നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അവൻ പുറത്തുപോയി. ഇഅ്തസല എന്ന് പറഞ്ഞാൽ പുറത്തുപോയി. മുഅ്തസിലിയാക്കൾ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്തുപോയവർ. അതായത് ഹസനുൽ ബസരിയുടെ വിശ്വാസത്തിൽ നിന്ന് അയാൾ പുറത്തുപോയിരിക്കുന്നു. അങ്ങനെ ആ വിശ്വാസത്തിൽ നിന്ന് പുറത്തുപോയവർ എന്ന അർത്ഥത്തിലാണ് പിൽക്കാലത്ത് ഇവർ മുഅ്തസിലകൾ എന്ന് പേര് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അയാൾ പറയാണ്, അൽ ഫാസിഖു ലാ മുഅ്മിനുൻ വലാ കാഫിറുൻ, ഫാസിഖ് എന്ന് പറഞ്ഞാൽ മുഅ്മിനുമല്ല കാഫിറുമല്ല എന്ന് പറഞ്ഞപ്പോൾ ഹസനുൽ ബസരിയുടെ സദസ്സിലുണ്ടായിരുന്ന ആളുകൾ അവർ അദ്ദേഹത്തെ പിന്നെ വിളിച്ചത് സദസ്സിൽ നിന്ന് പുറത്തുപോയി എന്ന അർത്ഥത്തിലും അഹ്ലുസുന്നയിൽ നിന്ന് പുറത്തുപോയി എന്ന അർത്ഥത്തിലും മുഅ്തസിലത്ത് എന്ന അവർ അറിയപ്പെട്ടു. 5 പ്രധാനപ്പെട്ട അബദ്ധങ്ങളാണ് അവർക്കുള്ളത്. ഒന്ന്, തൗഹീദിനെ സംബന്ധിച്ച് അള്ളാഹു ഒരുവനാണ്, അവന് പങ്കാളിയില്ല, എന്നാൽ അവന്റെ സിഫത്തുകൾ നമ്മൾ പറയാൻ പാടില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇൽമ്, ഖുദ്റത്ത്, ഇങ്ങനെയുള്ള വുജൂദല്ലാതെ മറ്റൊരു അള്ളാഹു കാണുന്നവനാണ്, ബസർ, സമഅ്, ഇങ്ങനെയുള്ള സിഫത്തുകൾ അള്ളാഹുവിനുണ്ടെന്നോ ആ സിഫത്തുകളുടെ അടിസ്ഥാനത്തിലുള്ള നാമങ്ങളോ അള്ളാഹുവെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല. അത് സൃഷ്ടികളോട് ഉപമിക്കലായി പോകും. സൃഷ്ടികളോട് ഉപമിക്കലായി പോകുന്നത് കൊണ്ട് അള്ളാഹു കാണുന്നവനാണെന്ന് പറയാ, നിങ്ങളും കാണുന്നില്ലേ, നിങ്ങളും കാണുന്നുണ്ട്, അപ്പൊ നീ കാണുന്നവനാണ്, അള്ളാഹു കാണുന്നവനാണ്. പക്ഷെ ഒരു അഹ്ലുസുന്നയിൽപ്പെട്ട ആൾക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ടറിയാം. നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ അതിന് കണ്ണു വേണം, വെളിച്ചം വേണം, മനസ്സിലായില്ല, ആരോഗ്യം വേണം, എന്നാലേ കാണാൻ പറ്റൂ, പരിമിതിയുണ്ട്. അള്ളാഹു കാണുക എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ യാതൊന്നുമില്ല. ഇതിന്റെ വ്യത്യാസം സാമാന്യമായി തന്നെ ഒരു സാധാരണക്കാരന് പോലും തിരിച്ചറിയാൻ പറ്റും. എന്നാലും അവർ പറയുന്നു തിരിച്ചറിയാൻ കഴിയാതെ നമ്മൾ ആശയക്കുഴപ്പത്തിലായി പോകും. അതുകൊണ്ട് അള്ളാഹു കാണുന്നവനാണ് എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ ഖുർആൻ ആയത്തുകൾ ഓതാൻ പറ്റുമോ? ഖുർആൻ എത്ര സ്ഥലത്ത് വഹുവ സമീഉൽ ബസീർ എന്നുണ്ട്. അള്ളാഹ് എല്ലാം കാണുന്നവനാണ്, കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൺമുന്നിലൂടെയാണ് കപ്പൽ ഒഴുകിപ്പോയതെന്ന് ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ. അപ്പൊ നമുക്കതൊക്കെ എങ്ങനെ ഓതാൻ പറ്റും? അള്ളാഹുവിന്റെ കണ്ണിനെ പറ്റി പറയുന്ന ഹദീസുകൾ നമുക്ക് എങ്ങനെ വായിക്കാൻ പറ്റും? അള്ളാഹുവിനെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഒരിക്കലും കാണാൻ കഴിയില്ല എന്നും അവർക്ക് വിശ്വാസമുണ്ട്. അനുബന്ധമായി അള്ളാഹുവിനെ കാണാൻ പറ്റും എപ്പോൾ? സത്യവിശ്വാസികൾ മാത്രം സ്വർഗത്തിലെത്തിയതിനു ശേഷം, സ്വർഗത്തിലെ എല്ലാ അനുഭൂതികളും കൊടുത്തതിന് ശേഷം. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നന്മ ചെയ്തവർക്ക് ഹുസ്ന എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വർഗമുണ്ട്. അതിന് വർധനവുമുണ്ട്. സ്വർഗത്തിന് പുറമേ കിട്ടുന്ന വർധനവ് എന്താണ്? എല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിച്ച് അതിന്റെ ആനന്ദങ്ങളും അനുഭൂതികളും ഒക്കെ നുകർന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു പറയും, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു സമ്മാനം തരാൻ പോകുന്നു. അപ്പൊ അവർ ചോദിക്കും, അള്ളാഹുവേ, നീ ഇനി ഞങ്ങൾക്ക് എന്ത് തരാനാ? അലം തുനജ്ജിനാ മിനന്നാർ, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിച്ചില്ലേ? അതേപോലെ വതുബയ്യിൽ ലനാ വുജൂഹന, ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖങ്ങൾ നീ വെളുപ്പാക്കി തന്നില്ലേ? ഇതൊക്കെ ഞങ്ങൾ ചെയ്തതിന് ശേഷം ഇനി ഞങ്ങൾക്ക് എന്ത് തരാനാ? കരിക്കട്ടയായി കിടന്ന് ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുവന്നു. ഞങ്ങളെ നീ വെളുത്തു ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തിയാക്കി മാറ്റി. എല്ലാ അനുഗ്രഹങ്ങളും, കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും രത്നങ്ങളും പവിഴങ്ങളും പഴച്ചാറുകളും മാംസങ്ങളും എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ ഞങ്ങൾക്ക് തന്നു. അള്ളാഹുവേ, നീ ഇനി ഞങ്ങൾക്ക് എന്ത് തരാനാ? ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഭവങ്ങൾ നീ തന്നു കഴിഞ്ഞില്ലേ? അപ്പൊ അള്ളാഹുവിനും അവർക്കുമിടയിൽ പ്രകാശത്തിന്റെ ഒരു മറ നീങ്ങും. സുബ്ഹാത്ത്, പ്രകാശത്തിന്റെ ഒരു മറ അങ്ങ് നീങ്ങും. ആ സമയത്ത് അള്ളാഹുവിനെ അവർ നേരിൽ കാണും. സ്വർഗത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ വെച്ച് വബസറുക്കൽ യൗമ ലഹദീദ്, അന്നേ ദിവസം സൃഷ്ടികളുടെ കാഴ്ച അതീവ മൂർച്ചയുള്ളതാണ്. അള്ളാഹുവെ നേരിട്ട് കാണാൻ സ്വർഗത്തിൽ വെച്ച് മാത്രമേ സാധിക്കൂ. ദുനിയാവിൽ അമ്പിയാക്കൾ പോലും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അള്ളാഹു നിശ്ചയിച്ച രീതിയിൽ അള്ളാഹു അമ്പിയാക്കളോട് സംസാരിച്ചിട്ടുണ്ട്. അമ്പിയാക്കൾക്ക് അള്ളാഹു അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ അവന്റെ കലാം അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അത് നമുക്ക് ലഭിച്ചു. എന്നാൽ ഒരിക്കലും അള്ളാഹുവിന്റെ കലാം സൃഷ്ടികളിലേക്ക് ഒരിക്കലും എത്തുകയില്ല എന്ന വിശ്വാസം അള്ളാഹുവിന്റെ കലാമിൽ മുഅ്തസിലികൾ വിശ്വസിക്കുന്നില്ല. ഖുർആനെ പറ്റി അള്ളാഹുവിന്റെ സൃഷ്ടി എന്നാണ് അവർ വാദം. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹ് സൃഷ്ടിച്ചതാണ്, ഇന്നലല്ല ഇന്നുണ്ടാക്കിയതാണ് എന്നൊരാൾ പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാം അനാദിയായി അള്ളാഹുവോടൊപ്പം തന്നെയുണ്ട്. അത് അനന്തമായി അള്ളാഹുവോടൊപ്പം തന്നെയുണ്ട്. അത് തുടങ്ങിയതോ അവസാനിക്കുന്നതോ അല്ല. അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. അത് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഖുർആൻ ഒരിക്കലും ഈ പ്രപഞ്ചത്തിലെ അള്ളാഹു സൃഷ്ടിച്ച മറ്റനേകം സൃഷ്ടികളെപ്പോലെ പുതുതായി ഉണ്ടാക്കപ്പെട്ട ഒരു സൃഷ്ടിയല്ല അള്ളാഹുവിന്റെ വചനം, അള്ളാഹുവിന്റെ ആദർശം എന്ന് പറയുന്നത്.
അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ വചനമനുസരിച്ചാണ്. ഈ അള്ളാഹുവിന്റെ കലാമിനെയും ഇവർ നിഷേധിക്കുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നിരവധി സിഫത്തുകൾ, ഇൽമിനെ നിഷേധിക്കും, ബസറിനെ നിഷേധിക്കും, സമഇനെ നിഷേധിക്കും, ഖുദ്റത്തിനെ നിഷേധിക്കും. ഇങ്ങനെ അള്ളാഹുവിന്റെ കഴിവുകളെ നിഷേധിക്കുന്ന, സിഫത്തുകളെ നിഷേധിക്കുന്ന, ഇവിടുത്തെ ഈ അദ്വൈതവാദികളൊക്കെ നിർഗുണ ബ്രഹ്മം എന്ന് പറഞ്ഞേക്കാം. അതാണ് കണ്ണില്ലാതെ കാണുക, കാതില്ലാതെ കേൾക്കുക. എന്തിനാ അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യം? അള്ളാഹുവിന് യോജിച്ച പ്രകാരം അള്ളാഹുവിന്റെ സിഫത്തുകൾ അവനിൽ സ്ഥിരപ്പെടുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിൽ നിന്ന് വ്യതിയാനം വന്ന, തൗഹീദിൽ പിഴവ് പറ്റി ശിർക്കിലേക്ക് പതിച്ചുപോയ ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ മുഅ്തസിലികൾ എന്ന് പറയുന്നത്. അവർ പറയുന്നത് തെറ്റുകളൊക്കെ നമുക്ക് അള്ളാഹു തന്ന സ്വാതന്ത്ര്യം കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അള്ളാഹു ഒരിക്കലും, നമ്മൾ വിശ്വസിക്കുന്നത് ഗുണവും ദോഷവും അള്ളാഹുവിൽ നിന്നാണ്. ഒരാൾ മുഅ്മിനാകുന്നതും കാഫറാകുന്നതും അള്ളാഹു ഉദ്ദേശിക്കുന്ന അനുസരിച്ചാണ്. ഇത് നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി നന്മകൾ അള്ളാഹു ഉദ്ദേശിക്കുന്നു, തിന്മകൾ നമ്മൾ ഉദ്ദേശിക്കുന്നു എന്ന പിഴച്ച വിശ്വാസം മുഅ്തസിലികൾക്കുണ്ട്. ഖൈറും ഷർറും സംബന്ധിച്ച് അവർ പറയുന്നു, ഷർറ് അള്ളാഹു ഒരിക്കലും അത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. നമ്മൾ ചെയ്യുന്ന തിന്മകളൊക്കെ നമ്മുടെ മാത്രം സൃഷ്ടി, അത് ഉണ്ടാക്കുന്നത് നമ്മളാ. എന്നാ ഖുർആൻ പറഞ്ഞ അങ്ങനെയല്ല. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ്. അപ്പൊ ഇതാണ് പ്രധാനമായി ഒന്ന് തൗഹീദിന്റെ വിഷയത്തിൽ. രണ്ട്, ഖൈറിനും ഷർറിനും വിധി പറയുന്ന വിഷയത്തിൽ അതിൽ അതേപോലെ തന്നെ അവർ അള്ളാഹു നന്മ ചെയ്തവർക്ക് സ്വർഗം നൽകൽ നിർബന്ധമാണ്, തിന്മ ചെയ്തവർക്ക് നരകം നൽകൽ നിർബന്ധമാണ്. പക്ഷേ വൻകുറ്റങ്ങൾ ചെയ്താലും നരകം അവർക്ക് നിർബന്ധമാണ് എന്ന വഅദിന്റെ വിശ്വാസം അവർക്കുണ്ട്. ഇനി വൻകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, എന്നാൽ കാഫർ ആയിട്ടുമില്ല എന്ന അൽ മൻസിലത്തു ബൈനൽ മൻസിലത്തൈൻ എന്ന വിശ്വാസമുണ്ട്. മറ്റൊന്ന് അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. നമ്മൾ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ദഅവത്ത് നടത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ അവസ്ഥയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറയുമ്പോൾ തിന്മ ചെയ്യുന്ന ആളുകളെ നമ്മൾ തന്നെ ശക്തമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന തീവ്രമായ ഒരു വിശ്വാസം. അള്ളാഹു പറയുന്ന എന്താണ്? തിന്മകൾക്ക് എല്ലായിടത്തും നമുക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റില്ല. ഏതൊക്കെ തിന്മകൾക്ക് ആർക്കൊക്കെ ശിക്ഷ കൊടുക്കാൻ പറ്റുമെന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്, അതേ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരാൾ വിഭജിച്ചാൽ അയാളെ നമുക്ക് എറിഞ്ഞു കൊല്ലാൻ പറ്റൂല. അത് ഇസ്ലാമിക ഭരണമുള്ളിടത്ത് മാത്രമേ നടക്കൂ. എന്നാൽ ഇവരുടെ വിശ്വാസം അനുസരിച്ച് എവിടെയാണെങ്കിലും തിന്മ ചെയ്യുന്നവരെ നമ്മൾ തന്നെ ശിക്ഷിക്കണം. അങ്ങനെയാണ് തീവ്രവാദികൾ ഉത്ഭവിക്കുന്നത്. തീവ്രവാദികളുടെ വിശ്വാസത്തിൽ ഏറ്റവും ഗൗരവമേറിയ വിശ്വാസമാണ് ഈ അംറു ബിൽ മഅറൂഫ് നഹീ അനിൽ മുൻകർ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മുഅ്തസിലിയാക്കളുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ അവർ ഉമവി കാലത്ത് അവരുടെ ആവിർഭാവം ഉണ്ടാവുകയും ഹസനുൽ ബസ്രിയുടെ ശിഷ്യനിൽ നിന്നത് തുടങ്ങുകയും ഉമവി കാലത്ത് അവർ വളർന്നു വരികയും അബ്ബാസി കാലത്ത് ഭരണാധികാരികളടക്കം മുഅ്തസില വിശ്വാസമുള്ളവരായി മാറി. അന്നത്തെ ജാഹിൽ എന്ന് പറയുന്ന വലിയ സാഹിത്യകാരന്മാർ, അയാളുടെ പേരിൽ തന്നെ ഈ മുഅ്തസിലിയത്തിന് ഒരു അവാന്തര വിഭാഗമുണ്ട്. അത്തരം ആളുകളൊക്കെ അഹ്ലുസുന്നയെ എതിർക്കുക എന്ന് മാത്രമല്ല, ഇവരുടെ പിഴച്ച വിശ്വാസങ്ങൾ സ്വീകരിക്കാത്തവർക്കെതിരെ ആയുധമെടുത്തു. അവർ തെറ്റാണ് ചെയ്യുന്നത്, തെറ്റ് ചെയ്യുന്നവരെ നമ്മൾ ഇവിടെ ശിക്ഷിച്ചു പൂർത്തിയാക്കണം എന്നുള്ള വിശ്വാസം. ദുനിയാവിൽ തന്നെ ശിക്ഷ കൊടുത്ത് തീർക്കുക. സ്വർഗ നരകങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ദഅവത്തിലെ ഒരു പ്രധാന വിഷയമേ അല്ല. നിങ്ങൾ തെറ്റ് ചെയ്യരുത്, തെറ്റ് ചെയ്താൽ ഞങ്ങൾ കൊന്നുകളയും, അല്ലെങ്കിൽ ഞങ്ങൾ ശിക്ഷിക്കും, ഇതാണ് അവരുടെ ലൈൻ. എന്നാൽ ലോകത്ത് മുസ്ലിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കുന്നത് ഇവിടുത്തെ ഭരണാധികാരി ശിക്ഷിക്കുമെന്ന് ഭയന്നിട്ടല്ല. ഒരു യഥാർത്ഥ മുസ്ലിം തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നരകത്തിൽ പോകുന്നു പേടിച്ചിട്ടാണ്. ഈ നരകഭയം സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കി എന്നുള്ളതാണ് മുഅ്തസിലികളുടെ ഏറ്റവും വലിയ കുഴപ്പം. ഇങ്ങനെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അനുബന്ധമായി ചില വ്യതിയാനങ്ങൾ കൂടി അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. പ്രമാണങ്ങളിലൂടെ ദീൻ പഠിക്കുക, അഹ്ലുസുന്നയുടെ അഖീദയിൽ അടിയുറച്ചു നിൽക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് ഫൗസീകും സാനിയം വഇയ്യായ ബിത്തഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അടിസ്ഥാനപരമായ 5 ന്യൂനതകളാണ് മുഅ്തസിലികൾക്കുള്ളത് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഇനി അനുബന്ധമായി കുറേ കാര്യങ്ങളുണ്ട്. അത് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മുഅ്തസിലിയാക്കളുടെ സ്വഭാവമുള്ള കുറേ ആളുകളുണ്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഒന്ന്, അള്ളാഹുവിന്റെ റുഅ്യത്തിനെ നിഷേധിക്കുന്നത് ഞാൻ പറഞ്ഞു. പരലോകത്ത് സത്യവിശ്വാസികൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ കാണും. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ചില മുഖങ്ങളെന്ന് പ്രസന്നമാണ്, അവർ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്ന് ഞാൻ പറഞ്ഞു. ഇതിനെ നിഷേധിക്കുന്നവരാണ്. നമ്മുടെ കൂട്ടത്തിലും അങ്ങനെ ചില ആളുകളുണ്ട്. ഒരിക്കലും റബ്ബിനെ നേരിട്ട് കാണുകയില്ല എന്ന് വിശ്വസിക്കുന്നവർ. പക്ഷെ നേരെ തിരിച്ചുകൊണ്ട് ദുനിയാവിൽ വെച്ച് റബ്ബിനെ സ്വപ്നത്തിൽ കാണുന്ന കള്ള ഔലിയാക്കന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ആ ജാതി കഥയും പറഞ്ഞു നടക്കുന്നവർ. അതുമില്ല,
ദുനിയാവിൽ വെച്ച് ആരും അമ്പിയാക്കൾ പോലും അള്ളാഹുവിനെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും നേരിട്ട് കണ്ടിട്ടില്ല. അള്ളാഹുവിനെ കാണുക എന്നത് പരലോകത്താണ്. ഈ എല്ലാ മുഅ്മിനുകളും അള്ളാഹുവിനെ കാണും എന്നുള്ള വിശ്വാസം. ഇവർ അള്ളാഹുവിനെ നേരിട്ട് കാണും എന്നതിനെ നിഷേധിക്കുന്നു. 2, ഖുർആൻ സൃഷ്ടിയാണ് എന്നവർ വാദിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അള്ളാഹുവിന്റെ കലാമല്ല, അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാകുന്നു എന്ന പിഴച്ച വിശ്വാസം അവർക്കുണ്ട്. 3, അള്ളാഹുവിനെ സംബന്ധിച്ച് അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, അള്ളാഹു ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള സൃഷ്ടിയാണ്. ഏത്? അർശ്. ഏറ്റവും വലിയ സൃഷ്ടി, സ്വർഗത്തിന്റെ മേൽപ്പുരയാണ് അർശ്. ആ അർശ് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും മുകളിലുള്ള സൃഷ്ടി അർശാണ്. അതിനു മുകളിൽ ഒന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. ആ അർശിനും മീതെയാണ് അള്ളാഹു എന്ന് വിശ്വസിക്കണം. അയിനല്ല, അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ ഫിസ്സമാ, ഉപരിയിലെന്ന് വിശ്വസിക്കണം. ഇത് അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. നമ്മുടെ നാട്ടിൽ എത്ര പേര് അള്ളാഹു എല്ലായിടത്തുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്? അത് കാഫറിന്റെ വിശ്വാസം. മുസ്ലിങ്ങൾ തന്നെ വലിയ ആൾക്കാർ, വലിയ അറിവുള്ള ആളുകൾ, അള്ളാഹു എല്ലായിടത്തുമുണ്ട്, തൂണിലും തുരുമ്പിലും അള്ളാഹു. അപ്പൊ ഈ തൂണും തുരുമ്പൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പോ, തൂണും തുരുമ്പൊക്കെ ഒരു ദിവസം ഉണ്ടായതാണല്ലോ. എല്ലായിടത്തും അള്ളാഹു എന്നാണോ പറയേണ്ടത്? ടോയ്ലറ്റിൽ അള്ളാഹു എന്നാണോ പറയേണ്ടത്? എല്ലായിടത്തുമുള്ളത് അള്ളാഹുവിന്റെ അറിവാണ്. അള്ളാഹുവിന്റെ അറിവ് ഇവിടെയുണ്ട്, അള്ളാഹുവിന്റെ ഖുദ്റത്ത് ഇവിടെയുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രവർത്തിക്കും. ദുനിയാവിൽ ഒരു കാര്യം ഉണ്ടാകട്ടെ എന്നുള്ള തീരുമാനിച്ചാൽ ഫയഖൂലു ലഹു കുൻ ഫയകൂൻ, ഉണ്ടാകട്ടെ എന്ന് അള്ളാഹു പറയും, അപ്പൊ അതുണ്ടാകും. അപ്പൊ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ എല്ലായിടത്തുമുണ്ട്, അള്ളാഹുവിന്റെ അറിവ് എല്ലായിടത്തുമുണ്ട്, അള്ളാഹുവിന്റെ കാഴ്ച എല്ലായിടത്തുമുണ്ട്. അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ അസ്തിത്വം നമ്മുടെ കൂടെ ഉണ്ട് എന്നല്ല. നിങ്ങൾ 3 ആളാണെങ്കിൽ 4-മനായി അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം ആയത്തുകളുടെ ഒക്കെ അവസാനത്തിൽ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്നുകൂടി കാണാം. അള്ളാഹു കാഴ്ച കൊണ്ട് നിങ്ങളുടെ കൂടെയുണ്ട്, കേൾവി കൊണ്ട് നിങ്ങളുടെ കൂടെയുണ്ട്, അല്ലാതെ അസ്തിത്വം കൊണ്ടല്ല. എന്നാൽ ഇവരുടെ വിശ്വാസം മറിച്ചാണ്. ഇവർ അള്ളാഹു ഉപരിയിലാണ് എന്ന വിശ്വാസം നിഷേധിച്ചു. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ തുടങ്ങിയിട്ടുള്ള ആയത്തുകളെ, അള്ളാഹുവിന്റെ സിഫത്തുകൾ ഒരിക്കലും അത് ദുനിയാവിലെ സൃഷ്ടികളുമായി ഉപമിക്കാനോ സാമ്യപ്പെടുത്താനോ പാടുള്ളതല്ല. എന്നാൽ അവർ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിന്റെ അധികാരം അള്ളാഹു ഏറ്റെടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്തൗല എന്നാണ് ഈ ഇസ്തവ എന്ന വാക്കിന്റെ അർത്ഥം എന്ന പിഴച്ച അർത്ഥം ആദ്യമായി അവതരിപ്പിക്കുന്ന വ്യതിയാന കക്ഷികൾ മുഅ്തസിലാക്കളാണ്. ഇന്ന് പല ആളുകളും ആ വിശ്വാസം, ഇഖ്വാനികളെ പോലെ, സെയ്ദ് ഖുത്തുബിനെ പോലെയുള്ള ആളുകൾ ഇസ്തവ എന്ന വാക്കിന് ഇസ്തൗല എന്ന അർത്ഥം പറയുന്നുണ്ട്. അത് മുഅ്തസിലികളുടെ വിശ്വാസമാണ്. അള്ളാഹുവിന്റെ എല്ലാ നിത്യ ഗുണങ്ങളെയും അവർ നിഷേധിച്ചു. അറിവ്, ഇൽമ്, ഖുവ്വത്ത്, ശക്തി, ഹയാത്ത്, ജീവിതം, കേൾവി, കാഴ്ച, ഇങ്ങനെയുള്ള നിത്യമായ അസ്ലിയായ അള്ളാഹുവിനോടൊപ്പം തന്നെ ഇതെല്ലാം അള്ളാഹുവിന്റെ കൂടെ എന്നുമുണ്ട് എന്ന വിശ്വാസം അവർ നിഷേധിച്ചു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇമാം അശ്അരി പറഞ്ഞു, വഖ്തലഫൂ ഫീ ശഫാഅത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ ഹിയ ലി അഹ്ലിൽ കബായിർ ഫഅൻകറത്തിൽ മുഅ്തസിലത്തു ദാലിക വഖാലത്ത് ബിഇബ്താലിഹി. ഇവിടെ അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹ് പറയാണ്, പരലോകത്ത് അള്ളാഹുവിന്റെ റസൂൽ ചിലർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. ഉദാഹരണത്തിന് വിചാരണക്ക് എടുക്കണമെന്ന് ശഫാഅത്തിന് ശഫാഅത്തുൽ ഉളുമ, അത് മുഹമ്മദ് നബിക്കുണ്ട്. സ്വർഗത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാൻ, സ്വർഗം അർഹിക്കുന്ന ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് നബി ശഫാഅത്ത് ചെയ്യും. സ്വർഗത്തിന്റെ താഴെ തട്ടിലുള്ളവർ മീതെ തട്ടിലേക്ക് കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യും. നരകത്തിൽ ശിക്ഷയേറ്റു വാങ്ങിക്കൊണ്ടിരിക്കുന്നവർ തൗഹീദുള്ളവരാണെങ്കിൽ അവർക്ക് തൗഹീദുൽ റബ്ബേ, അതുകൊണ്ട് നീ നരകത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. നബിയുടെ ഈ ശഫാഅത്തിനെ നിഷേധിക്കുന്നവരാണ് മുഅ്തസിലികൾ. മറ്റൊന്ന്, ഖബർ ശിക്ഷയെ നിഷേധിക്കും. നമ്മളെ കൂട്ടത്തിലില്ലേ ഒരു ശൈത്താൻ ഉണ്ടായിരുന്നല്ലേ ചേകന്നൂര്, ഖബർ ശിക്ഷയല്ലേ, ലോക്കപ്പ് മർദ്ദനം എന്നാണ് കളിയാക്കിയാണ്. ഖബർ ശിക്ഷയെക്കുറിച്ച് ലോക്കപ്പ് മർദ്ദനം എന്ന് പറഞ്ഞ് ശൈത്താന്മാർ കളിയാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അത് മുഅ്തസിലികളുടെ വിശ്വാസമാണ്. മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ശൂന്യതയാണ്, പിന്നെ എല്ലാവരും പരലോകത്ത് മാത്രം, സ്വർഗം നരകം, അതിനിടക്കുള്ള ആലമുൽ ബർസഖ്. എന്നാൽ ഖുർആൻ വ്യക്തമായി പറഞ്ഞു, വമിൻ വറാഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവരുടെ മരണത്തിനു പിറകെ അവർക്ക് ഉയിർത്തെഴുന്നേൽപ്പ് നാളുവരെ ബർസഖുണ്ട്, ആലമുൽ ബർസഖുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. ഇന്ന അദാബൽ ഖബരി ലഹഖുൻ, ഖബർ ശിക്ഷ എന്നത് സത്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖബർ ശിക്ഷയെ നബി ഭയപ്പെടുത്തി. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവർക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് ഇളവുണ്ട് എന്ന് പരിചയപ്പെടുത്തി. ഖബറുകൾ കാണുമ്പോൾ സ്വഹാബികൾ ഏങ്ങി ഏങ്ങി കരയും. അവരുടെ താടി രോമങ്ങളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകും. കാരണം ഖബർ ശിക്ഷയുടെ കാഠിന്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശിക്ഷയെ കുറിച്ച് ഖുതുബ പറഞ്ഞ ദിവസം ജുമുഅ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ആ സ്വഹാബികൾ പലരും ഇറങ്ങിപ്പോകാൻ പോലും അവർ മറന്നുപോയി. അവർ ആ ഖബർ ശിക്ഷയെ പേടിച്ച് എല്ലാ നിസ്കാരത്തിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുകയും രക്ഷ തേടാൻ കൽപ്പിക്കുകയും ചെയ്തു. അത് രക്ഷ തേടാതെ അദ്ദേഹം ഒരിക്കലും തന്റെ നിസ്കാരം അവസാനിപ്പിച്ചിട്ടില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ. ഈ ഖബർ ശിക്ഷ സത്യമാണ്. എന്നാൽ ഖബർ ശിക്ഷ സത്യമാണ് എന്ന് വിശ്വസിക്കാത്ത ഒരുപാട് ടീം നമ്മുടെ നാട്ടിലുണ്ട്. അത് മുഅ്തസിലി വിശ്വാസമാണ്.
അതേപോലെ തന്നെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ, ഖുർആനിൽ വന്ന കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയോട് ഇണങ്ങുമെങ്കിൽ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. മുഅ്തസിലികളുടെ ഏറ്റവും വലിയ പിഴവതാണ്. ഖുർആനിനെയും സുന്നത്തിനെയും അടിസ്ഥാന പ്രമാണമായി അവർ സ്വീകരിക്കുന്നില്ല. അത് പ്രമാണമായി നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ, ഖുർആനോ സുന്നത്തോ അമലാക്കണമെങ്കിൽ അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളണം. ഖുർആൻ ഒരു കാര്യം വിരോധിച്ചു അല്ലെങ്കിൽ ഒരു കാര്യം അനുവദിച്ചു, അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അത് നിയമമായി പാലിക്കാൻ കഴിയില്ല എന്നതാണ് അവരുടെ നിലപാട്. ഒരാൾ ബഹുഭാര്യത്വം സ്വീകരിച്ചു, ഒരാളുടെ ബുദ്ധിക്ക് അത് യോജിച്ചായി തോന്നിയില്ല, അപ്പൊ ആ നിയമം നമ്മൾ പാലിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ്. ഇതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ, ധാരാളം വിഷയങ്ങളിൽ തങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതൊക്കെ ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടത് തള്ളി. സുഹിറൻ നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു. ലബീദ് ബിൻ അഅ്സം എന്ന യഹൂദി തന്റെ പെൺമക്കളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയും അതേപോലെ ഈത്തപ്പനയുടെ കൂമ്പോളയും ഉപയോഗിച്ചുകൊണ്ട് സിഹിർ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സിഹിറിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഏതാണ്ട് 6 മാസത്തെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ചരിത്രം പരിശോധിച്ചാൽ 40 ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ നെഞ്ചുവേദന അനുഭവിച്ചു. പ്രവർത്തിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ചില്ലെന്നും പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്നും അദ്ദേഹത്തിന് തോന്നി. ഭാര്യ ഭർത്തൃബന്ധം നടന്നാൽ അദ്ദേഹം കുളിക്കാതെ ഇറങ്ങിപ്പോയി. എന്തുകൊണ്ടാണ് താങ്കൾ കുളിക്കാത്തത്? അതിന് കുളിക്കാൻ ഇവിടെ ജനാപത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് നബി പറഞ്ഞപ്പോൾ ഭാര്യമാർ പറയുന്നു, അല്ല, ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ ചെയ്തില്ലെന്നും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെട്ടത് സ്വഹീഹുൽ ബുഖാരിയിൽ 5 സ്ഥലത്തുണ്ട്. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലുമുണ്ട്. അഹ്ലുസുന്ന വ്യക്തമായി വിശ്വസിക്കുന്നു, സിഹിർ ചെയ്യുന്നത് കുഫറാണ്, യാതൊരു സംശയവുമില്ല. സിഹിർ ചെയ്യാൻ പാടില്ല. ഹാറൂത്ത് മാറൂത്ത് എന്ന മലക്കുകളെ സിഹിർ ചെയ്യുന്നതിന് വിലക്കുന്നതിന് വേണ്ടി പരീക്ഷണമായി അള്ളാഹു അയക്കുകയും അവരെ സമീപിച്ചവർ കാഫറായി പോയി എന്ന് വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്തത് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിൽ കാണാം. സിഹിർ സത്യമാണ് എന്നും യാഥാർത്ഥ്യമുള്ളതാണ് എന്നും. പക്ഷെ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സിഹിർ ചെയ്യാമെന്നല്ല. ഇങ്ങോട്ടൊരാൾ സിഹിർ ചെയ്താൽ എതിരായിട്ട് പോലും സിഹിർ ചെയ്യാൻ പാടില്ല. സിഹിർ ചെയ്യുന്നത് കുഫറാണ്, വൻകുറ്റമാണ്. അള്ളാഹുവെ അല്ലാത്തവരെ ആരാധിക്കുന്ന ശിർക്കാണ് ഒന്നാമത്തെ കുറ്റം. രണ്ടാമതായി 7 വൻപാപങ്ങൾ എണ്ണി പറഞ്ഞെടുത്ത് സിഹിറാണ്. അതുകൊണ്ട് ഒരു മുസ്ലിം ഈമാനുള്ളവൻ സിഹിർ ചെയ്യാൻ പാടില്ല, സാഹിറന്മാരെ സമീപിക്കാൻ പാടില്ല, ജ്യോത്സ്യന്മാരെ, തങ്ങന്മാരെ, ആശാരിമാരെന്ന് പറയുന്ന ഈ കുങ്കുമവും അതേപോലെ തന്നെ കള്ളും മറ്റു ചില വസ്തുക്കളും അതേപോലെ തന്നെ പലകകളും ഇങ്ങനെ എഴുത്തും കുറിയും വരയുമൊക്കെയായി മുട്ടയുമൊക്കെയായിട്ട് പലതരത്തിലുള്ള കൂടോത്ര പ്രയോഗങ്ങൾ നടത്തുന്നവരുണ്ട്. അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന്റെ വിധിക്ക് വിധേയമായി അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തനം കൊണ്ട് മറ്റുള്ള സഹോദരങ്ങളിൽ മാനസികമായോ ശാരീരികമായോ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചേക്കും. പക്ഷേ അത്തരം ഒരു പ്രവർത്തനം ചെയ്താൽ അവൻ കാഫറാണ്. മുസ്ലിമാണ് ചെയ്യുന്നതെങ്കിൽ അവൻ അതോടുകൂടി ഇസ്ലാമിൽ നിന്ന് പുറത്തായി, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇങ്ങനെ സിഹിർ എന്ന് പറയുന്ന അതിനൊരു സ്വാധീനമുണ്ടെന്നോ അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാനിടയുണ്ടെന്നോ അതുകൊണ്ട് സിഹിർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ടെന്നോ അംഗീകരിക്കാൻ മുഅ്തസിലികൾ തയ്യാറല്ല. ഇന്നും സിഹിറിനെ നിഷേധിക്കുന്ന ആളുകൾ, അതായത് സിഹിർ ഫലിക്കും എന്നതിനെ നിഷേധിക്കുന്ന ആളുകൾ ഈ മുഅ്തസിലികളുടെ അനന്തരഗാമികൾ തന്നെയാണ്. പിന്നെ ഔലിയാക്കളുടെ കറാമത്തിനെ അവർ നിഷേധിച്ചു. ഔലിയാക്കൾക്ക് യാതൊരു കറാമത്തുമില്ലെന്ന ഒരു വിശ്വാസം. ഒരു കൂട്ടർ കള്ളക്കറാമത്തും സ്വപ്ന കഥകളുമായിട്ട് ഇങ്ങനെ നടക്കണം. കുറെ മായാവി കഥകളുമായി നടക്കുന്ന ഒരു കൂട്ടം മുസ്ലിയാക്കന്മാർ കണ്ട തോന്നിയ കഥയൊക്കെ എഴുതിണ്ടാക്കുക, എന്നിട്ട് ഓരോ മനുഷ്യന്മാരെ പേരിട്ടിട്ട് അയാളെ കറാമത്താണെന്ന് പറയാം. അത് വേറെ. എന്നാൽ അള്ളാഹു നിശ്ചയമായും സത്യവിശ്വാസികൾക്ക് നൽകാനിടയുള്ള പല കറാമത്തുകളുമുണ്ട്. അള്ളാഹു അടിമകൾക്ക് കറാമത്ത് നൽകിയതിന്റെ അടയാളങ്ങൾ സ്വഹാബികളുടെ കാലത്തും താബീങ്ങളുടെ കാലത്തും പിൽക്കാലത്തുമുണ്ട്. ഖിയാമത്ത് നാൾ വരെയും അതുണ്ടാകാം. ഒരു സത്യവിശ്വാസിയിൽ അത്ഭുതകരമായി അവൻ ഉദ്ദേശിക്കാത്ത ഏതെങ്കിലും കാര്യം അള്ളാഹു നടപ്പാക്കാനിടയുണ്ട്. കറാമത്തിൽ നമുക്ക് വിശ്വസിക്കാം. അത് നേരത്തെ പറഞ്ഞ പോലെ കുറെ കള്ളക്കഥകളോ ഇസ്ലാം ദീനിന്റെ അടിസ്ഥാനങ്ങളെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളോ ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള ന്യായമോ ഒന്നുമല്ല. എന്നാൽ ഇവർ പറയുന്നു, മുഅ്മിനുകൾക്ക് കറാമത്തുണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ അത് അവരെ നബിമാരാക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അമ്പിയാക്കളും ഔലിയാക്കളും തമ്മിൽ വ്യത്യാസമില്ലാതെ പോകും. അതുകൊണ്ട് കറാമത്തുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞതിനെ ഇവർ നിഷേധിച്ചു. ഔലിയാക്കളുടെ കറാമത്ത് അവർക്കുണ്ടെന്ന് സ്ഥിരപ്പെട്ടാൽ വലിയും റസൂലും തമ്മിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നാണ് അവരുടെ ഏറ്റവും വലിയ വാദം എന്ന് കാണാൻ സാധിക്കും. ഇനി ഇവർക്ക് എന്തുകൊണ്ടാണ് മുഅ്തസിലികൾ എന്ന് പേര് വന്നത്? അത് ഞാൻ പറഞ്ഞു. വാസിബിന്റെ അത്താഹ് അദ്ദേഹം കുറ്റം ചെയ്യുന്ന വൻകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ 2 പദവികൾക്കിടയിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഹസൻ ബസ്രിയുടെ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതുകൊണ്ടാണ് ലി അന്നഹും ഇഅ്തസലു ദീനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ദീനിൽ നിന്ന് തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നതുകൊണ്ട്, അതുകൊണ്ടാണ് അവർക്ക് മുഅ്തസിലത്ത് എന്ന പേര് വന്നത് എന്നതാണ് ഏറ്റവും പ്രഗത്ഭമായ അഭിപ്രായം. വേറെയും ചില അഭിപ്രായമുണ്ട്. മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് അവർ വിട്ടുപോയി. ഇതൊക്കെ പരസ്പരം വൈരുദ്ധ്യമുള്ള കാര്യങ്ങളല്ല. ഇങ്ങനെയുള്ള അഹ്ലുസുന്നയോട് യോജിക്കാത്ത വിശ്വാസങ്ങൾ അവർ സ്വീകരിക്കുകയും അഹ്ലുസുന്നയുടെ വിശ്വാസത്തിൽ നിന്ന് അവർ പുറത്തു പോവുകയും ചെയ്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും
ഇങ്ങനെ മുഅ്തസിലത്ത് എന്നൊരു പേര് നൽകപ്പെട്ടത്. അള്ളാഹുവിന് അറിവുണ്ടെങ്കിൽ ആ അറിവ് സൃഷ്ടിയാണെന്ന ഇവരുടെ വാദം. സൃഷ്ടി ഒരിക്കലും ശാശ്വതമല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ അറിവ് എല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ കൂടെ ഉണ്ടാകണം എന്നില്ല എന്നിങ്ങനെ പറഞ്ഞ് അള്ളാഹുവിന്റെ അറിവിനെയും സിഫത്തുകളെയും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രൂപത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് മുഅ്തസിലികളുടെ ഏറ്റവും വലിയ ന്യൂനത. മറ്റൊന്ന്, ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്ന ആയത്തുകൾ മാത്രമേ സ്വീകരിക്കൂ, ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്ന ഹദീസുകൾ മാത്രമേ സ്വീകരിക്കൂ. മനുഷ്യർക്ക് പല അളവിലാണ് ബുദ്ധി. വളരെ ബുദ്ധി കുറഞ്ഞൊരുത്തുണ്ടാവും. ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാകുന്ന കാര്യം ചിലപ്പോൾ അയാൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അയാൾ അത് തള്ളണം എന്നല്ലേ ഇവരുടെ വാദമനുസരിച്ച് വരിക. ഒരിക്കലും ഖുർആനിനെയോ സുന്നത്തിനെയോ മനുഷ്യബുദ്ധി അനുസരിച്ച് വിലയിരുത്തേണ്ട കാര്യമില്ല. നമുക്കറിയാം അലി റളിയല്ലാഹു അൻഹു ഹുഫമേൽ തടവുന്ന നിയമത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഹുഫന്റെ മുകളിലാണ് തടവുക. എന്റെ ബുദ്ധിയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഞാൻ ഹുഫന്റെ അടിയിൽ തടവും. എന്താ കാരണം? ഹുഫന്റെ അടിയിലല്ലേ ചളിയാവുന്നത്. പക്ഷെ നമ്മളോട് ഹുഫമേൽ തടവ് എവിടെ തടവാനാ പറഞ്ഞത്? മുകളിൽ തടവാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ബുദ്ധി അനുസരിച്ച് ഖുർആനിനെ സ്വീകരിക്കുകയും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിയമങ്ങൾ നിഷേധിക്കുകയും. ഇതാണ് ഇന്ന് എക്സ് മുസ്ലിംസും മോഡേൺ മുസ്ലിംസും മോഡേൺ ഏജ് സൊസൈറ്റിയും അഹ്ലുൽ ഖുർആനും ചേകന്നൂരിസവും ഒക്കെയായി വരുന്നത്. അവനവന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്ന ദീന് മാത്രമേ എടുക്കൂ എന്ന് പറയുന്ന പച്ച കാഫറുകളെയാണ്. അത്തരം വിശ്വാസം സ്വീകരിക്കുന്ന മുഅ്തസിലികൾ കാഫറുകളാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ ഇല്ലയോ? ചില കാരണങ്ങളാൽ അവർ പുറത്തു പോകുന്നവരുണ്ട്, ചില കാരണങ്ങളാൽ പുറത്തു പോകാതെ വൻകുറ്റങ്ങൾ മാത്രമായി നടക്കുന്ന മുഅ്തസിലത്തും ഉണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ സൂക്ഷ്മ പഠനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ, വ്യതിയാന കക്ഷികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ഈ നിലപാടുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെടാത്ത ഏതൊരു വിശ്വാസവും ആദർശവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين.